ഈ ഒരു വീഡിയോയുടെ എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. പക്ഷെ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആരാണ്? എന്റെ പേര് മുഹമ്മദ് അമാൻ. ഞാനൊരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്ററും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും ആണ്. മാത്രമല്ല ഇന്ത്യയിലെ നമ്പർ 1 തീം പേജ് ഏജൻസി ആയിട്ടുള്ള ഡെക്യൂബ് ഓൺലൈന്റെ അഡ്മിൻ ആണ്. എന്റെ അണ്ടറിൽ തന്നെ ഏകദേശം 5000 തീം പേജസ് റൺ ചെയ്യുന്നുണ്ട്. 6 വർഷമായിട്ട് എനിക്ക് ഓൺലൈൻ മണി മേക്കിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല 10,000-ഓളം സ്റ്റുഡൻസും എനിക്കുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ആരാണെന്ന്. ഇനി നമുക്ക് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു മെത്തേഡിന്റെ പേരാണ് ഇൻസ്റ്റാഗ്രാം തീം പേജസ്. ഫസ്റ്റ് തന്നെ എന്തുകൊണ്ട് തീം പേജസ്? സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ, മുഖം കാണിക്കാതെ, വോയിസ് ഇടാതെ, ഒരു കാര്യം ചെയ്യാതെ, സ്വന്തമായിട്ട് വീഡിയോ പോലും ക്രിയേറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് തീം പേജസ് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് തന്നെ ഇതിനകത്തോട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊരു സ്റ്റുഡന്റോ വർക്കിംഗ് എംപ്ലോയിയോ അല്ലെങ്കിൽ ഹൗസ് വൈഫോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സമയക്രമത്തിനനുസരിച്ച് തീം പേജസ് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ നമ്മൾ തീം പേജിനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ അറിയേണ്ട കാര്യം എന്താണ് ഒരു ഇൻസ്റ്റാഗ്രാം തീം പേജ്. ബേസിക്കലി ഒരു തീം പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ നീഷിൽ അല്ലെങ്കിൽ ഒരൊറ്റ ടോപ്പിക്കിൽ മാത്രം കോണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പേജിനെയാണ് തീം പേജ് എന്ന് പറയാം. എന്ന് പറയുമ്പോൾ ഫിറ്റ്നസ് ആണ് നീഷെങ്കിൽ ഫിറ്റ്നസിനെ പറ്റി മാത്രമായിരിക്കും അതിനകത്ത് വീഡിയോസ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സിനെ പറ്റി മാത്രമായിരിക്കും അതിനകത്ത് വരാൻ പോകുന്നത്. ഇതേപോലെ ഒരൊറ്റ ടോപ്പിക്കിനെ മാത്രം ബേസ് ചെയ്ത് കോണ്ടന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പേജിനെയാണ് തീം പേജ് എന്ന് പറയാം. ഒരു തീം പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ നീഷ് സെലക്ട് ചെയ്യാന്നുള്ളത്. നീഷ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാഷൻ നോക്കി നീഷ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും പറയാം പാഷൻ നോക്കി എടുക്കണമെന്നാണ്, പക്ഷെ ഞാൻ അങ്ങനെ പറയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസും എൻഗേജ്മെന്റും വരാൻ സാധ്യതയുള്ള നീഷ് ഏതാണോ അതങ്ങ് സെലക്ട് ചെയ്യുക. പക്ഷെ എന്തെങ്കിലും ഒരു ഐഡിയെങ്കിലും അതിനെപ്പറ്റി ഉണ്ടാവണം. ഒരു തേങ്ങ അറിയാണ്ട് പോയി കോഡിംഗ് ഒന്നും സെലക്ട് ചെയ്ത് എന്തെങ്കിലും അറിയാവുന്ന ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. പക്ഷെ ഓഡിയൻസ് ഉണ്ടാവണം. തീം പേജിന് വേണ്ടിയുള്ള നീഷ് കണ്ടുപിടിച്ചാൽ പിന്നീട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നീഷിലുള്ള കുറെ കോണ്ടന്റ്സ് കാണാൻ പറ്റും. ഇതിൽ അടിപൊളിയായിട്ട് വൈറലാവുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങെടുക്കുക. ഏതെങ്കിലും ഒരു ഫ്രീ ഡൗൺലോഡർ വഴി നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ക്യാപ്കട്ടിലോട്ട് കയറും. ക്യാപ്കട്ടിൽ കയറി നിങ്ങൾ കുറെ എഡിറ്റിംഗ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. എന്നിട്ട് നമ്മുടെ ലോഗോ കൊടുക്കും. എന്നിട്ട് നമ്മുടെ യൂസർ നെയിം കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ക്യാപ്ഷനും കൊടുക്കും. എന്നിട്ട് നമ്മുടെ വീഡിയോ അതിന്റെ താഴെയായിട്ട് കൊണ്ടുവെക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ഇൻസ്റ്റാഗ്രാം അൽഗോരിതത്തിന് ഒറിജിനൽ വീഡിയോ ഏതാണ്, ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിനെ ട്രിക്ക് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം വിചാരിക്കും നമ്മുടെ വീഡിയോ ഒരു ഒറിജിനൽ വീഡിയോ ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം നമ്മുടെ വീഡിയോ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ഇനി കൂടിപ്പോയ ഒരു 10 മിനിറ്റ് എടുക്കുമായിരിക്കും. പക്ഷെ ഉള്ളത് പറയാലോ, നമ്മുടെ സ്റ്റുഡൻസ് അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഒരു മാസത്തിൽ ഒരിക്കലും മാത്രമായിരിക്കും ഒരു അക്കൗണ്ട് നോക്കുന്നത് തന്നെ. കാരണം ആ ഒരൊറ്റ ദിവസം മാത്രം മതി അവർക്ക് ഒരു മാസത്തേക്കുള്ള എല്ലാം സെറ്റ് ചെയ്യാൻ. എന്നിട്ട് അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റീൽസ് തന്നെ ആയിരിക്കും. കാരണം 0 ഫോളോവേഴ്സിൽ നിന്ന് 10,000 ഫോളോവേഴ്സിലോട്ട് പെട്ടെന്ന് എത്താൻ റീൽസ് മതി. പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്താൽ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റീച്ച് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഇത്രയും മാത്രം കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ഈസി ആയിട്ട് തീം പേജസ് റൺ ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് 5 ടെക്നിക്സ് ആണ്. ഇതിലെ ലാസ്റ്റ് 2 ഏറ്റവും ബെസ്റ്റ്. ഫസ്റ്റ് ഉള്ളത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. സിമ്പിൾ ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുകയാണെങ്കിൽ പ്രൊഡക്ട്സ് വിൽക്കുകയാണ്. സ്വന്തമായിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, മറ്റുള്ളവരുടെ പ്രൊഡക്ട്സ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഫിറ്റ്നസ് പേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ജിം ബോട്ടിൽസ് സെല് ചെയ്യാം, അതേപോലെ റിസ്റ്റ് ബാൻഡ് സെല് ചെയ്യാം. ഇങ്ങനെ കുറെ സാധനങ്ങൾ സെല് ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടെ ബയോയിൽ ഇതിന്റെയൊക്കെ ലിങ്ക് കൊടുക്കും. എന്നിട്ട് അതുവഴി ആൾക്കാർ വാങ്ങുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും. ആ സാധനത്തിന്റെ ഫുൾ ക്യാഷ് നമുക്ക് കിട്ടിയില്ലെങ്കിലും ഒരു കമ്മീഷൻ കിട്ടും. ഇതാണ് ബേസിക്കലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്താണ് സ്പോൺസർഷിപ്സ് അല്ലെങ്കിൽ പ്രൊമോഷൻസ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കുറച്ച് ഫോളോസും റീച്ച് ആവുന്ന സമയത്ത് കമ്പനീസ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഒരു എമൗണ്ട് തരും. ആ ഒരു എമൗണ്ടിന് നമ്മൾ റീൽസോ അല്ലെങ്കിൽ സ്റ്റോറീസോ ഇട്ട് കൊടുക്കും. ഇതാണ് പ്രൊമോഷൻസ്. പക്ഷെ പ്രൊമോഷൻസ് കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫോളോസ് ഒക്കെ വേണ്ടി വരും. അടുത്തതാണ് സെല്ലിംഗ് സർവീസസ്. സർവീസ് ഒക്കെ സെല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കില്ല് വേണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോണ്ടന്റ് റൈറ്റിംഗ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കമ്പനീസിന് വേണ്ടി കോണ്ടന്റ് റൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ DM ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ബയോയിൽ ലിങ്കും കൊടുക്കാം. ഇനി അല്ലെങ്കിൽ നിങ്ങളെ പോലെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് മെന്റർഷിപ്പ് കൊടുത്ത് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ എന്ത് സർവീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി സെല്ലിംഗ് സർവീസസ്. പക്ഷേ ഇതിന്റെ 3നും സൈഡ് എഫക്ട്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ക്യാഷ് കൊടുത്തൊരു സാധനം വാങ്ങിച്ചാലേ നമുക്ക് ക്യാഷ് കിട്ടൂ. രണ്ടാമത്തെ സംഭവം പ്രൊമോഷൻസ് ആണെങ്കിൽ നമുക്ക് നല്ല റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊമോഷൻസ് കിട്ടൂ. മൂന്നാമത്തെ സെല്ലിംഗ് സർവീസസ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് സ്കില്ലും വേണം. മാത്രമല്ല നമ്മുടെ ഓഡിയൻസ് തന്നെ ക്യാഷ് മുടക്കണം, എങ്കിലേ നമുക്കും ക്യാഷ് കിട്ടൂ. തീം ബേസിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വൈറൽ ആയിട്ടുള്ള ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ബാക്കിയുള്ള 2 CPIയും CPAയും. ഇതിന്റെ 2ന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേ 1 മുതൽ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പൊ പ്രൊമോഷൻസ് പോലെ അത്രയും ഫോളോവേഴ്സ് ഒന്നും വേണ്ട ഇത് കിട്ടാൻ. രണ്ടാമത്തേത്, നിങ്ങളുടെ ഓഡിയൻസ് ക്യാഷ് മുടക്കണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും CPI ആണ്. അപ്പൊ ഈ മെത്തേഡ്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ കോഴ്സുള്ള സ്റ്റുഡൻസിന് വേണ്ടിയാണ്. കോഴ്സ് മറ്റൊന്നുമല്ല, ഡെക്യൂബ് ഓൺലൈന്റെ ഇൻസ്റ്റാഗ്രാം അക്കാഡമി കോഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ
നമ്മുടെ വലിയ കമ്മ്യൂണിറ്റിയുടെ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിനെപ്പറ്റി കൂടുതൽ ഐഡിയാസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 1-on-1 മെന്റർഷിപ്പ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടും. ഇവരുടെ അടുത്ത് നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് 500 rupees വർത്തായുള്ള ഒരു ഇ-ബുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ChatGPT ഓട്ടോമേഷൻ യൂസ് ചെയ്ത് എങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യാന്ന് നമ്മൾ പഠിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം തീം പേജ് എന്താണെന്ന് അറിയാം, ബേസിക്സ് ഒക്കെ അറിയാം. ഇനി നിങ്ങൾക്ക് മാസ്റ്റർ ലെവലിൽ എങ്ങനെ അത് റൺ ചെയ്യാന്ന് നമ്മൾ പഠിപ്പിച്ചു തരും. ഈ കോഴ്സിൽ പഠിപ്പിച്ചിരുന്ന സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലും മാത്രം ഇൻസ്റ്റാഗ്രാം തീം പേജിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു വർക്കിംഗ് എംപ്ലോയി ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആണെങ്കിലും ഹൗസ് വൈഫ് ആണെങ്കിലും നിങ്ങൾക്ക് സൂപ്പർബായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് അത്രയും വലിയൊരു ടൈം സേവർ ആണ് നമ്മുടെ കോഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുള്ള സംശയമായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം തീം പേജ് ഒക്കെ നമുക്ക് വൈറലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന്. ഇത് നമ്മൾ മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. മാസ്റ്റർ ക്ലാസ്സിൽ പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹ്യൂജ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. CPIയെ പറ്റിയും CPAയെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്തവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഈ സ്കില്ല് പഠിക്കാവുന്നതാണ്. ഈ ഒരു കോഴ്സിന് വരുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ 99 rupees ആണ്. എന്ന് പറഞ്ഞാൽ കേവലം 99 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാസം നിങ്ങളുടെ വർക്കിനനുസരിച്ച് 10,000, 20,000, 30,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും. എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മാസം 80,000 വരെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ടീനേജ് സ്റ്റുഡൻസ് വരെ നമുക്കുണ്ട്, അവരെല്ലാം ക്യാഷ് ഏൺ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കോഴ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇന്റർഫേസിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ ബൈ നൗ ഫോർ 99 rupees എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ബൈ നൗ ഫോർ 99 rupees ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ മേക്ക് പേയ്മെന്റ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് UPI ആപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്യാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏതാണ് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ UPI ID സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിൾ പേയിൽ വന്നിട്ട് പേയ്മെന്റ് നടത്തുകയാണ്. ഗൂഗിൾ പേയിൽ നിന്ന് പേയ്മെന്റ് പോകുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഗോ ടു കോഴ്സ് പേജ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കോഴ്സുകൾ കാണാവുന്നതാണ്. റെക്കോർഡഡ് ആയിട്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും കാണാവുന്നതാണ്. കോഴ്സ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനും ഇ-ബുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നതാണ്. അതേപോലെ മെന്റർഷിപ്പ് കിട്ടുന്നതാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്കിപ് സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ടെലിഗ്രാമിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് തന്നെ റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ I am Aman Subir and this is Vox Media signing off from this video.